ഫിസിക്കൽ റേറ്റ് ആണ്. റേറ്റ് ചെയ്യല്ലോ എന്നുവെച്ചാ 10ൽ എത്ര റേറ്റ് വരുമെന്ന്. 10ലോ? അവർക്ക് കാണുമ്പോഴാണ് നമ്മളെ കാണുമ്പോ ഇത് വേണ്ടേ. ഇതുണ്ട് കേക്കുന്നില്ലണേ പിള്ളേരല്ലേ? അവരുന്ന് കുലുക്കുന്ന കേട്ടാ. അതിലിപ്പൊ കണ്ടോ പെണ്ണൊക്കെ കണ്ട ഇങ്ങനെ നോക്കി നിക്കുന്ന കാണിച്ചുതരാം. ഹലോ ബ്രോ വീട്ടിൽ തന്നെ ഉണ്ട്. പഞ്ചായത്തിൽ എല്ലാം കുറയ്ക്കാം. ചെറിയ മിഷല്ല പോയിട്ട് വരാം. തലയിലിട്ട് തിരുമണേ പാട്ടുകാരനൊന്നല്ല കണ്ണാപ്പി കുട്ട തിരുമേനിയാണ്. ഇതാണ് തിരുമേനി. ഏതമ്പലത്തിലാ? ഞാൻ മലപ്പുറത്തെ അമ്പലത്തിലാ. നിങ്ങൾ നേരത്തെ അവിടെ ഉറങ്ങത്തില്ലേ? ഈഗലിന് വേണ്ടപ്പോ ഒരാളാ ഇവിടുന്ന വഴിപാട് എഴുതി വിടുന്നത്. ഇത് ചന്ദ്രൻ 10 തൊട്ടി പുള്ളി സ്കിപ്പ് അടിച്ചു പോയിരുന്നു. ഇല്ല ഞാൻ ഇവിടെ മാത്രമല്ല. നാളെ എനിക്കൊരു പുഷ്പാഞ്ജലി ദേവദത്ത്. അണ്ണന് വേണോ? അണ്ണന്റെ കൂടെ പോട്ടിരാ കേട്ടാ. പെട്ടെന്ന് മൈക്കിന്ന് കൊടുങ്കാറ്റൊക്കെ വന്നപ്പോ ഓ ചന്ദ്രന്റെ മൈക്ക് മാറി കേട്ടാ. കോട്ട് സൂട്ടൊക്കെ ഇട്ട്. അയ്യോ എന്താ ചിരിയല്ല. ദേവദത്ത് പിള്ളേര് ഇതൊക്കെ കള്ളപ്പയുടെ മോങ്ങ എന്ത് മനുഷ്യനൊക്കെ. ഇവന് ഇതിൽ തന്നെ ഇവന് 2.5 മണിക്കൂർ സമയം കണ്ടിരിക്കുന്ന പാട്ട് പാടോ ബ്രോ? എന്നെ കാണാൻ പറ്റ ഇവരെ പോലെ ഇപ്പൊ ഞാൻ പറയുന്ന വിചാരിക്കുന്നില്ലേ? നിന്റെ പാട്ടും പഴമൊന്നും വേണ്ട. ശരി അപരാധി പോലെ കണ്ടതായി പോയി. അവ കണ്ടേ ചന്ദ്രന്റെ വേറെ എനിക്കറിയായിരുന്നു. പെണ്ണ് വരട്ടെ. എത്തിരി നൈസായിട്ട് കേറി കേട്ടോ. അതെന്ത് ക്യാമറയാണോ അത് സാർക്ക്? ആളെ കിട്ടിട്ട് നോക്കണ്ടേ? ഈ കേരളത്തിലെ പെമ്പിളല്ല 11:30 എന്റെ 2 സെക്കൻഡ് സ്കിപ്പ് ചെയ്ത് നീ എന്റെ 2 സെക്കൻഡ് അവളാണ് സ്കിപ്പ് ടിപ്സ് പറഞ്ഞ പയ്യനാണ് എനിക്ക്. ഇപ്പൊ ചന്ദ്ര അടുത്തേനെ വരണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ വരും കണ്ണാ.
ഇല്ല അടുത്തന്നെ പിടിച്ചത്. സബ്സ്ക്രൈബർ ഒന്നും വേണ്ട, അടുത്ത പെണ്ണെ പിടിച്ചിരുത്തു. അടുത്ത വെള്ളം പിടിച്ചിരുത്തേ. അല്ലെങ്കിൽ നീ മുമ്പ് വിളിക്കുക എല്ലാരും ഇവിടെ ഇനി തൊട്ട് അല്ലെങ്കിൽ നിന്നെ എല്ലാരും കൂടി ഒമാൻ അച്ഛനാന്ന് തോന്നട്ടാ. ഹലോ കറക്റ്റ് എല്ലാം സ്പാം ചെയ്തു. ഒരു അർത്ഥമല്ലേ. അടുത്ത പിടിക്കാൻ ഏതോ ഒലിവിയനാണ്. ഒളിവനാണ്. ഹലോ പോലെ ശരിയായ ഇവന്മാർക്കൊക്കെ രാത്രിയില്. ഹലോ കൊച്ചു ഇതാണ് ഒലിവിയയിലും ചോദിച്ചു സർപ്രൈസ് ആവട്ടെ. ഞാൻ കുട്ടിയുടെ നെയിം അങ്ങോട്ട് ഗസ് ചെയ്യട്ടെ. ഞാൻ ഒരു മെന്റലിസ്റ്റാ. കുട്ടിയുടെ പാം കാണിക്കും. പാം ഇനി കുട്ടി മനസ്സിലാ പേര് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കേ. മനസ്സില് പേര് പറഞ്ഞോണ്ടിരിക്കും. കുട്ടിയുടെ പേര് ഒലിവിയ എന്നല്ലേ? ഒലിവിയ. അപ്പൊ നേരത്തെ എപ്പോഴും വന്നിട്ടുണ്ട്. ഇല്ല ഒരിക്കലും വന്നിട്ടില്ല. ഐ എം എ മെന്റലിസ്റ്റ്. ഓ 1 തൊട്ട് 3 വരെയുള്ള ഏതെങ്കിലും നമ്പർ മനസ്സിലാച്ചേ. 1 3 ഇടയിൽ 2 ഇടക്കുള്ള മനസ്സ് വിചാരിക്കാൻ. ഒലിവിയ റൈറ്റ് മൈ ഫിസിക്. ഫിസിക് റേറ്റ് ആണ്. റേറ്റ് ചെയ്യല്ലോ. എന്നുവെച്ചാ 10-ൽ എത്ര റേറ്റ് തരുമെന്ന്. 10-ലോ? 10-ല് ഒരു 5. 5 കുഴപ്പമില്ല. സ്ട്രീമറാണ്. ഹെയർ റേറ്റ് ഹെയർ കൊള്ളാം. ഔട്ട് ഓഫ് 10. പല്ല് ചിരി റേറ്റ് കുട്ടി ഭയങ്കര സെലക്റ്റീവ് ആണ് കേട്ടോ. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഈഗിൾ ഗെയിമിംഗ്. അല്ല, ഈഗിൾ ഗെയിമിംഗില് മറ്റേ ഈയിടയ്ക്ക് മുടി കളർ അടിച്ചതോ കുട്ടി? ആണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല ഈയിടയ്ക്ക് പോയിട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ അപ്പൊ സബ് ചെയ്തേക്ക് ഈഗിൾ ഗെയിമിംഗ്. പോട്ടെ ഒലിവിയ. കുറച്ചു മുമ്പേ സുഗുണൻ എന്ന് പറഞ്ഞ ഒരാളോട് സംസാരിച്ചില്ലേ? ഒരു ഊശാന്താടി വെച്ചിരിക്കുന്ന കുറച്ചു മുമ്പേ ഞാൻ പറയാം. ഒരു പാട്ട് പാടി മൈക്ക് ഫ്രണ്ടിൽ ഒരു മൈക്ക് ഇരിപ്പുണ്ടായിരുന്നു. മൈക്ക് ഇങ്ങനെ ഞാൻ പറയാം. ഇങ്ങനെ ഫ്രണ്ട് ഒരു മൈക്കും പിടിച്ചിരിക്കുന്നേ. ബാക്കിൽ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഒത്തിരി പേര് വന്നു. ആണോ? ഓക്കെ ശരി ഒലിവിയ ബൈ. ഒരു കോഴി അണ്ണാ ഞാൻ കോൺഫിഡൻസ് കാണിച്ചു കൊടുത്താണ്. ഇനി ചന്ദ്രു കാരണം ഓടി പെൺകൊച്ചു. കാരണം ഈ കൊച്ചു ഓടി സംസാരിക്കുന്ന സുഗുണം പറഞ്ഞ് സംസാരിക്കുന്ന പിള്ളേരെ. ചില പിള്ളേര് മൊത്തത്തിൽ സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിക്കും. ലൈവ് അങ്ങനെ നോക്കത്തില്ല. ഒരു പറ്റില്ല. അങ്ങനെയല്ലേ മൃണാൾ വ്ലോഗ്സ്? തുമ്മല
അടുത്ത ഒരു പെണ്ണ് വരുന്നുണ്ട് എന്തൊരു ഞാനേ കുറച്ച് ലോ പ്രൊഫൈൽ ശരി കണ്ണാപ്പി ഒരു മിനിറ്റ്. അത്ര ഉള്ളടാ, ഇത്ര ആൾക്കാരെ ഉള്ളു ഇതിനകത്ത്, വേറെ ഇല്ല. അല്ലല്ലേ ഓൺലൈൻ ഈ ടാഗില് മാത്രമല്ലടാ. ഇത് ടാഗ് വർക്ക് ആവില്ലാണ്, ഇത് ടാഗ് വർക്ക് ആവില്ല ബ്രോ, ടാഗ് വർക്കിംഗ് 12 മണിയായി പെമ്പിള്ളാരെ. എന്നാ 12 ഒന്നും അല്ല, മെയിൻ ടൈം. മെയിൻ ടൈം ഇതാ, പീക്ക് ടൈം ആയി. ഗിത്താർ കേട്ടിരിക്കണം. അത് പാടി നിന്നാ പെട്ടെന്ന് പെണ്ണുങ്ങളെ നിക്ക്, മനസ്സിലായ സ്ട്രാറ്റജി സ്ട്രാറ്റജി. കല്യാണം കഴിഞ്ഞു പോയില്ലടാ. ഹലോ നിനക്കാട്ടെന്ന് പറയാ, എന്നെ അറിയും. ഹായ് കുട്ടി, പേരെന്താ? കുട്ടിയല്ലടാ, കുട്ടനാത്. ഓ കൈക്കെന്ത് പറ്റി? മിഷനെ കൊണ്ട് മുറിഞ്ഞിട്ട് മുറിഞ്ഞോ? കട്ടിംഗ് ബ്ലേഡ്. ഓ സ്റ്റിച്ച് ഉണ്ടോ? സ്റ്റിച്ച് ആണോ അതോ ഒടിവാണോ? സ്റ്റിച്ച് ഉണ്ട്, ഒരു 10 സ്റ്റിച്ച്. ഷോർട്ട് റെസ്റ്റ് എടുക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. ലൈവ് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇനി ലൈവ് കണ്ടിരിക്കാം. ഓക്കെ സെറ്റ്. എന്താ പറയണോ വയ്യാണ്ടിരിക്കുന്ന ഞാൻ എടുത്ത് പറയണോ? നാളെ ഓടെ ഇറങ്ങാൻ പറയണോ പുള്ളി എടുത്ത്? അല്ല ജിമ്മിൽ പോകാൻ പറയണോ നാളെ പുള്ളി എടുത്ത്? കയ്യില് 10 കുത്തികളാണ്, ജിമ്മിൽ പോകാൻ പറയണം. ഓ ജിമ്മിൽ പോകാൻ പറയണോ? അവനിപ്പോ അതാണ് ആഗ്രഹം കേട്ടാ. ഹലോ പേരെന്താ? ഹലോ പെണ്ണൊന്നും അല്ലെന്ന് പറഞ്ഞാടാ. അത് പെണ്ണാണോ ആണോന്നോലും കൺഫേം ചെയ്യാൻ പറ്റില്ല കേട്ടാ. അടിക്കാൻ കേട്ടാ, അടിക്കാൻ കേട്ടാ. അത് ഡബ്ല്യു കളിയാ. ഈ പുള്ളി കിഡലായിട്ട് വായിക്കുന്നേ. എന്റെ അമ്പോ, എന്റെ പൊന്നോ വിഷയം ബ്രോ. ബ്രോ ലൈവ് ആണോ? ഞാനല്ല ലൈവ്, എന്റെ കൂടെ ഉള്ള ലൈവ്. ഈഗിൾ ഗെയിമിങ്ങിനെ അറിയോ? പിന്നെന്താ? ആ ഈഗിൾ ഗെയിമിംഗ് ലൈവാ, പുള്ളി കാണുന്നുണ്ട്. കാണുന്നുണ്ട്. എന്റെ പൊന്നേ, ശരി. അയ്യോ ബ്രോ, അണ്ണ ഏത് പാട്ടാണ് വായിക്കണ്ടത്? ഏത് പാട്ടാ പുള്ളിയുടെ ഫേവറേറ്റ് വായിക്കാൻ പറ. പുള്ളിയുടെ ഫേവറേറ്റ് പാട്ട് അറിയാമെങ്കിൽ ഞാൻ വായിക്കാം. ആ ഏതെങ്കിലും ഫേവറേറ്റ് വായിക്കാൻ പറ. ഫേവറേറ്റ് എന്റെയോ? ഇങ്ങനല്ലേ പിടിക്കുന്നത്? പറഞ്ഞ ആ മഹാഭാരതത്തിലത്തെ ട്യൂൺ വായിച്ചാൽ മതിയോ? അത് മറ്റേ പാട്ടിന്റെ അല്ല, ഐ മീൻ കൃഷ്ണനെ പോർട്രേറ്റ് ചെയ്യുമ്പോ ഒരു ബീജിയം. അതല്ലേ? അതുമല്ല. ചുമ്മാ ഇരിക്കടാ കണ്ണാപ്പി. This is
ഇത്രയ്ക്ക് വിഷയമായിട്ട് പാടാൻ പറ്റുമോ? അതിനകത്ത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി കയറിയതാ. ചാനൽ ഐഡി ബ്രോയുടെ ചാനലിന്റെ ഐഡി വന്നിട്ട് ഇൻസ്റ്റാഗ്രാം വന്നിട്ട് ഇതിന്റെ അകത്ത് രണ്ടും ആണോ? ഓ താങ്ക് യു. ഇപ്പെടാം. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറയാ ഇൻസ്റ്റാഗ്രാം. ഇപ്പൊ രണ്ട് ടൈപ്പ് ചെയ്ത് തരാന്ന് പറഞ്ഞു. ഞാൻ ചാനൽ കഴിഞ്ഞ മാസം തുടങ്ങിയതേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം കൊണ്ടിട്ടോ യൂട്യൂബിൽ ലൈവ് ആണോ? യൂട്യൂബ് ലൈവ് ആണോ ബ്രോ? അല്ല ബ്രോ, ഞാൻ കഴിഞ്ഞ മാസം തുടങ്ങിയതാണ്. 232 സബ്ബുള്ളൂ. അപ്പൊ സബ്ബൊക്കെ ഒന്ന് കയറ്റിട്ട് ലൈവ് ഇടാന്നുള്ള പ്ലാൻ ആയിരുന്നു. ഇൻസ്റ്റാഗ്രാം ശ്രീഹരി പുള്ളി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. വീട്ടിലോട്ട് വന്നോ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് പറ. വാസണ്ണ ഫോളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ അറിഞ്ഞുകൊണ്ടാ പുള്ളിക്ക്. ഈഗിൾ ഫോളോ ചെയ്തിട്ടുണ്ട്. എനിക്ക് വന്നില്ല. നോക്ക് ബ്രോ എടുത്ത് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ബ്രോ ഒന്ന് ഇത് റിഫ്രഷ് ചെയ്ത് നോക്ക് ഫോളോവേഴ്സ്. ഈഗിൾ ഗെയിമിംഗ് കൊണ്ട് സെൻഡ് മീ മെസ്സേജ് കിട്ടി. താങ്ക് യു. കിട്ടി. സർപ്രൈസ് ആയില്ലേ അങ്ങ്? പിന്നല്ല, ഞാൻ സത്യം പറയാം, ഈ കഴിഞ്ഞ ഇതിനകത്ത് എന്റെ അടുക്ക് ഒരു പുള്ളി പറഞ്ഞു ബ്രോ ഇവര് ലൈവ് ഉണ്ട്, അപ്പൊ കിട്ടുമോന്ന് അറിഞ്ഞൂടാ, പുള്ളി നിങ്ങളെ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് അടിച്ചതാ. വേറെ നേരത്തെ ഒരാൾ കൈ വലിയ ടാറ്റു ഒക്കെ അടിച്ച് മറ്റേ ഷിമ്മി പോലത്തെ സാധനമൊക്കെ ഇട്ട് എനിക്കിട്ടുണ്ടാക്കാൻ നോക്കിയതാ കഴിവറ. യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? എനിക്ക് പുള്ളി കിട്ടി. ഞാനത് ഓർത്ത് എന്നെ പിള്ളേർ വല്ലതും സ്കാം ചെയ്യുന്നത്. കാരണം ഞാൻ സ്കിപ്പ് അടിച്ച് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയാ, പുള്ളി വന്നു, ജസ്റ്റ് വൺ ഗ്ലാൻസ് പുള്ളി വന്ന് ഹായ് എന്ന് പറയുമ്പോൾ തന്നെ പുള്ളി സ്കിപ്പ് അടിച്ചു. ഞാനത് അതാണ് ഞാൻ ഇതിങ്ങനെ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ആരായാലും ചോദിക്കുമെന്ന് വായിക്കാൻ. അപ്പൊ ഏതെങ്കിലും ഒരു ഓ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരു പാട്ടോടെ ഒരു പാട്ടോടെ ഓക്കെ. പൂക്കം ഞാൻ അത് വായിച്ചിട്ട് കൊറേ ആയി. റിവർബ് ഇടുന്നുണ്ട് റിവർബിന്റെ. സബ് 1K. Okay. ഞാനേ കോൺഷ്യസ് ആയി പോയി നിങ്ങള് എല്ലാവരും വായിക്കണെന്നുള്ള അത് കാരണമുണ്ടാ. യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് ചെക്ക് ചെയ്യാൻ പറ ബ്രോ. യൂട്യൂബ് സബ് നോക്കിയേ യൂട്യൂബ് സബ്. അയ്യോ കറക്റ്റ് സമയത്ത് ഫോണിന് ചാർജും ഇല്ല. എന്റെ പൊന്നളിയാ
2238. അത്രേ ഉള്ള എല്ലാ വാസുകളും ബാക്കി ഇരുന്ന് എല്ലാം കാണുന്നുണ്ട്. താങ്ക് യു. 238 സംഭവം. അത്രേ ഉള്ള പൊളി. പുള്ളിയോട് എത്താൻ പറ്റുന്ന ഒരു ആഗ്രഹമുണ്ട്. ഇൻസ്റ്റയില് 100 ഫോളോവർ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. വിഷയം വിഷയം. അപ്പൊ ശരി ബ്രോ. താങ്ക് യു സോ മച്ച്. പുള്ളിയോട് ഒരു താങ്ക് യു പറഞ്ഞേക്കണേ. ബൈ ബൈ. താങ്ക് യു. മെയ്ഡ് മൈ ഡേ. താങ്ക് യു. വിളിക്കാറില്ലടാ. ഞാനെന്നാലേ കുറച്ചേരം കണ്ണാപ്പി ഒരു പെണ്ണ് പിടിച്ചെടുത്ത്